നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. അപ്പോൾ ഓണായിട്ട് ഇന്ന് നമ്മളൊരു സ്വീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്വീറ്റ് എന്ന് പറയുമ്പോൾ പായസം. ഒരുപാട് പായസത്തിൻ്റെ റെസിപ്പീസ് നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പായസം എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് പായസം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതൊക്കെ ഒന്ന് കാണാം. ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഞാൻ 2 വലിയ ക്യാരറ്റ് എടുത്ത് ഇത് വേവിച്ച് വെച്ചതാണ്. ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ഒരു 4 വിസിലോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചതാണ്. അപ്പോൾ ആ വെള്ളവും ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചവ്വരിയാണ്. അപ്പോൾ ഈ ചവ്വരി പല ടൈപ്പ് ഉണ്ടല്ലോ, ചെറിയതുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ സമയം വേവ് കൂടുതലുള്ളതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ചിട്ട് ചവ്വരി അതിലിട്ട് ഒരു 1.5 മണിക്കൂറോളം അതിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ പഞ്ചസാര ഞാനൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക, ക്യാരറ്റും ചെറിയൊരു മധുരം ഉണ്ടല്ലോ, അപ്പം ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരുവാണെങ്കിൽ നമുക്കത് നോക്കിയിട്ടിടാം. പിന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 1 ലിറ്റർ പാലും അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തെടുത്ത് വെച്ചാണ്. എന്നിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുകയും ചെയ്യും. ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ചൂട് തണിഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ പാല് തിളപ്പിക്കാൻ പോവാണ്. പാലൊഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 1 ലിറ്റർ പാല്, അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതാണ്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലിതാ ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചവ്വരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ചവ്വരി ഒന്ന് വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പാല് അടിയിൽ പിടിക്കാൻ പാടില്ല. അപ്പം ഇതൊന്ന് വെന്ത് വരണം. ചവ്വരി ഒന്ന് വെന്ത് വരണം. ചവ്വരി ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ക്യാരറ്റ് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, വേവിച്ച് പേസ്റ്റാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തപ്പോഴത്തെ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി ഒരു ഓറഞ്ച് കളറായിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്യുക, കാരണം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ടായിട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇതായത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 3/4 കപ്പ് എടുത്തു വെച്ചത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. പഞ്ചസാരയും നന്നായിട്ട് ചേർന്ന് വരണം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പഞ്ചസാരയൊക്കെ പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഇങ്ങനെയാണുള്ളത്. കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരണം. ഇതിൽ നമ്മൾ ഏലക്കാപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ആ ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് അതുപോലെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർക്കാൻ പോവാണ്. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർക്കാം. അപ്പോൾ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പായസമാണ്. ക്യാരറ്റിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള പായസമാണല്ലോ. ക്യാരറ്റിൻ്റെ വേറൊരു പായസം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണ്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ